കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നത്തിൽ നിങ്ങളുടെ മുഴുവൻ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച് വിജയിച്ച MLA നിങ്ങൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അതിൽ ജാമ്യമില്ല എന്നൊരു തീരുമാനം വന്ന സമയത്ത് മാത്രം പുറത്താക്കിയ ഒരാൾ. അതായത് ധാർമ്മികതയോ പാർട്ടിയുടെ നൈതികതയോ നിലവിലുള്ള ആരോപണങ്ങളോ കേസോ കൂട്ടമോ പോലീസ് അന്വേഷിച്ച് നാടൊട്ടുക്ക് നടക്കുന്നതോ ഒന്നുമായിരുന്നില്ല. കോടതി വളരെ സാങ്കേതികമായി എടുത്ത ഒരു നിലപാട്, ജാമ്യമില്ല എന്നൊരൊറ്റ നിലപാടിൽ തങ്ങിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ളൊരു തീരുമാനം ഏറ്റവും അവസാനം സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആണ്. കോൺഗ്രസിന്റെ MLA അല്ല, ഞങ്ങൾക്ക് ഇനി പാലക്കാട് ഞങ്ങളുടെ സീറ്റല്ല എന്നൊന്നും പറഞ്ഞു കളയില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതെല്ലാമായിട്ട് പിന്നെയും മുഖ്യമന്ത്രിയുടെ മെക്കിട്ട് കയറുകയാണ്. മുഖ്യമന്ത്രിക്കാണ് അറിയാവുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ പോരായ്മയല്ലേ? കോൺഗ്രസിന്റെ MLA ആണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയും. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആള് ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആണെന്ന്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഡോക്ടർ പ്രേംകുമാർ ഇവിടെ ഹലോ എക്കോ ഉണ്ട്, ഒന്ന് എക്കോ ഇവിടെ ഡോക്ടർ പ്രേംകുമാറിനെ പോലെ ഒരാൾക്ക് വിഷയത്തിന്റെ മെറിറ്റിനപ്പുറത്ത് കോൺഗ്രസിനെ ചാരി ആക്രമിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതാവാം. പക്ഷെ അദ്ദേഹം കടന്നു കയറി പറയാണ് കോൺഗ്രസ്സിൽ ഒരു കൂട്ടം ആഭാസന്മാരെന്ന്. ബഹുമാന്യനായ പ്രേംകുമാർ സാറേ, അങ്ങനെ ആഭാസന്മാർക്ക് പാർട്ടിയൊന്നുമില്ല. ആന്തൂരിലെ സാജൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധവയെക്കുറിച്ച് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ദുസ്സൂചനകൾ എഴുതിയത് CPM-ൻ്റെ പാർട്ടി പത്ര. ലിംഗം കൊണ്ട് സംസാരിക്കുന്നതെന്ന് നിങ്ങളുടെ സൈബർ അണികളെക്കുറിച്ച് പറഞ്ഞത് ആരാ? നിങ്ങളുടെ തന്നെ സഹയാത്രികയാണ്. അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നായാലും അത് എതിർക്കപ്പെടണമെന്നേ. കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ പറ്റുബുക്കിൽ ഇതിനെ എഴുതേണ്ടെന്നാ. ഞങ്ങളുടെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഇപ്പോൾ മാധു അടക്കം ചോദിച്ചു ഇതിനകത്ത് രാജിവെക്കാൻ പറയുമോ എന്ന്. ഞങ്ങൾക്ക് സാങ്കേതികമായി പറയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളുടെ KPC പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത് ഇന്നലെ മാത്രം ഉണ്ടായതാണ്. നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോൾ മുതലാണ് ആ സാങ്കേതിക പ്രശ്നം നിങ്ങൾക്കുണ്ടായത്. നിങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ ജയിപ്പിച്ച MLA-യോട് ഇത്രയധികം ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ ഇത് കോൺഗ്രസിന്റെ രീതിയല്ല, ഈ പണി കോൺഗ്രസിൽ നടക്കില്ല, രാജിവെച്ച് പോകണമെന്ന് നിർദ്ദേശിക്കാനുള്ള സംഘടനാശേഷി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതും നിങ്ങളുടെ പരാജയമാണ്. അല്ല, പരാജയം എന്നൊക്കെ പറയുമ്പോൾ അത്ര വിമർശനങ്ങളൊക്കെ നിങ്ങൾക്കാവാം. നിങ്ങൾ അതിനെക്കുറിച്ച് കോൺഗ്രസ് സ്വീകരിച്ച് ഈ പരാതിക്കാരിക്ക് പരാതി പറയാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആ സമയത്ത് ഇത്തരം പരാതികൾ പൊതുമധ്യത്തിൽ വന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് അതിനെ തള്ളിക്കളയുകയും അയാളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആദ്യം രാഷ്ട്രീയത്തിൽ നിന്നേ 1-2 ദിവസങ്ങൾക്കകം രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്ന പദവിയിൽ നിന്ന് ആദ്യം നീക്കം ചെയ്തു. 1-2 ദിവസത്തിൽ നിന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ ആധികാരികമായി ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയണമെങ്കിൽ അയാൾ പാർട്ടിയുടെ പ്രാഥമിക അംഗമായിരിക്കണം. അതിൽ നിന്ന് രണ്ടും നീക്കം ചെയ്തൊരു പാർട്ടിയല്ല. അങ്ങനെ നീക്കം ചെയ്തുകൊണ്ട് ഇയാൾ ഞങ്ങളിൽ പെട്ടവനല്ല, ഞങ്ങൾ ഇയാളിൽ നിന്ന് രാഷ്ട്രീയമായ ഞങ്ങളുടെ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തതുകൊണ്ട് കൂടിയല്ലേ പരാതിക്കാരിക്ക് സധൈര്യം മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. ഇയാളൊരു വ്യക്തിയാണ്, ഇയാൾ കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ ഭാഗമല്ല. അതും അവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ അയാളെ ശരിയല്ല. KPCC അധ്യക്ഷന് ഈ രണ്ടാമത്തെ പരാതി എത്തിയതിനു ശേഷം അതിനുശേഷമാണ് ഈ ജാമ്യ ഹർജി തള്ളുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ് പ്രാഥമിക അംഗത്വത്തിൽ അതല്ലല്ലോ. അല്ല, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് പ്രകടമായി പരാതിക്കാരികൾ രേഖാമൂലം ഒരു പരാതി ഉന്നയിക്കാതിരുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ ഇതിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് പുറത്താക്കുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം. എന്തായി പറയണത്? അല്ല, മാധുവിനെ തെറ്റി. ഞാൻ പറയുന്നത് എന്താണെന്നും താങ്കൾ ഉദ്ദേശിക്കുന്നത് രണ്ടാ. ഞാൻ പറഞ്ഞത് എന്താ, ആദ്യം ഇയാളെ പാർലമെന്ററി ബ്ലോക്കിൽ നിന്ന് മാറ്റി നിർത്തുകയും പ്രാഥമിക അംഗത്തിൽ പുറത്താക്കിയതല്ല ഞാൻ പറഞ്ഞത്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അയാൾ പാർട്ടിയിൽ നിന്ന് ബ്ലോക്കിൽ നിന്ന് മാറ്റി പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് അയാളെ മാറ്റിയില്ലേ? ആ സമയത്ത് ഈ പറയുന്ന പരാതി ലിഖിത രൂപത്തിലുള്ളൊരു പരാതിയോ നിയമപരമായൊരു പരാതിക്കാരിയോ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഇയാളെ ഓൺ ചെയ്യുന്നില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തത് കൊണ്ട് കൂടിയല്ലേ ഇയാളുടെ കൂടെ കോൺഗ്രസ് ഇല്ല, അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമില്ല, വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് സ്വയം നേരിടേണ്ടി വരും എന്നുള്ളതും ആ പരാതിക്കാരിക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമായിട്ടുണ്ടാവില്ലേ?
ഞങ്ങൾ അയാളെ ഓൺ ചെയ്തില്ലല്ലോ, ഞങ്ങൾ അയാളെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ, രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞില്ലല്ലോ, രാഷ്ട്രീയമായ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതൊന്നും അങ്ങനെ കാണാതെ കാര്യങ്ങൾ അതിജീവിതമാർക്ക് തോന്നുന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അഡ്വക്കേറ്റ് വി ആർ അനൂപ്, രണ്ടാമത്തെ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്നത് ഈ പരാതിയുമായി വന്ന പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന അധിക്ഷേപം, ആക്രമണം അത് കാണുകയാണ്. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത് പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന മുട്ടായ യുക്തികൾക്കപ്പുറത്ത് കോട്ട കെട്ടിക്കാക്കാൻ കോൺഗ്രസിന്റെ സംവിധാനമാകെ ഗ്രൂപ്പ് യോഗമടക്കം വാഹനമടക്കം ഉള്ള കാര്യങ്ങൾ എന്തിന്? ഈ രണ്ടാമത്തെ പരാതിയിൽ പറയുന്ന യാത്രയിൽ, ഈ പെൺകുട്ടി ഉപദ്രവിക്കാനുള്ള യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉണ്ടായിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഫെനി നൈനാൻ. ഇങ്ങനെ എന്ത് തോന്നിയവാസവും ചെയ്യാൻ, ഈ സംഘടനാ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാൻ അതിനുശേഷവും മുൻപും സാധിച്ചിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങൾ ഈ മാറ്റി നിർത്തിയെന്ന് പറയുന്നു. എത്ര കാലത്തേക്ക് എന്ന് നിങ്ങൾ പറഞ്ഞോ? ഇല്ല. ഒരു 6 മാസത്തേക്കാണ് സസ്പെൻഷൻ എന്നതുപോലും പറഞ്ഞോ? ഇല്ല. വിവാദം ഒന്ന് അടങ്ങിയാൽ ആകാം എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ എന്ത് തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിനും തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് തർക്കിച്ചല്ലോ. കോൺഗ്രസ്സുകാരനല്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തിയോ? എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ സംഭവങ്ങളിൽ രമേശ് ചെന്നിത്തലയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് കോൺഗ്രസിന്റെ അണികളല്ലേ അവിടെ കയ്യൂക്ക് കാണിക്കാൻ ഇറങ്ങി തിരിച്ചത്? നിങ്ങളുടേതല്ല അല്ലേ? അത് കഴിഞ്ഞോ? 8:30 എനിക്ക് പറയാമോ? പറയൂ. അല്ല, എനിക്ക് പറയാമോ? എനിക്കത് പൂർണ്ണമായിട്ട് പറയാനൊരു അവസരം തരണം. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പറയുന്നത്, ഈ പറയുന്ന അതിജീവിതക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ മേലെ വെച്ച് കെട്ടണ്ട എന്ന് പറഞ്ഞത്. ഇവിടെയുള്ള ആണുത്ത ഭാഷ, ആണുത്ത അഹങ്കാരം, ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ കുത്തകയായി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് പറഞ്ഞത്. ഇവിടെ വ്യത്യസ്ത കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാട് സംസാരിക്കുന്ന ആളുകളില്ലേ. കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു ചാനലിൽ ഞാൻ ചർച്ച നടത്തുമ്പോൾ മുകേഷിനെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിയുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് രാഹുൽ ഈശ്വറിൻ്റെ ഭാഷയിൽ സംസാരിച്ച CPM പ്രതിനിധി ഉണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വ്യക്തിപരമായും സംഘടനാപരമായും അഭിമാനത്തോടു കൂടി പറയും, ഞാൻ നിങ്ങളുടേതടക്കം എല്ലാ മുഖ്യധാര ചാനലിലും ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ആരെ വാക്കുകൊണ്ട് പോലും അതിജീവിതയെ അപമാനിച്ചിട്ടില്ല, ഇയാളെ ന്യായീകരിച്ചിട്ടില്ല. ഇവിടെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. പക്ഷേ ഈ പറയുന്ന ആൾക്കൂട്ട മാനസികാവസ്ഥയെ, ആൾക്കൂട്ട കയ്യടികളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ചുമലിൽ വെച്ച് കെട്ടണ്ട എന്നാണ് പറഞ്ഞത്. പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താ? CPM പോലൊരു കേഡർ പാർട്ടിയാണോ? അതൊരു ബഹുജന സംഘടനയാണ്, മാസ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് സുശിക്ഷിതമായ പാർട്ടി ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ പാലിക്കുന്ന ആളുകളാണോ? എന്നിട്ട് പോലും കോൺഗ്രസ് എടുത്ത വളരെ കൃത്യമായ നിലപാടുണ്ട്. അത് KPCC പ്രസിഡന്റ് പറഞ്ഞതാണെന്നേ. അപ്പോൾ പോലും ഞങ്ങൾക്കെതിരെ വന്ന വിമർശനം എന്താണെന്ന് അറിയോ മാധുവിന്? CPM അവരുടെ ആളുകളെ സംരക്ഷിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളോട് FIR എടുക്കാത്ത, പരാതിക്കാരിയില്ലാത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരാളെ പുറത്താക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞ വിമർശനങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിലപാടെടുത്തപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, അത് ആരെ ചൂണ്ടിക്കാട്ടിയാണ് എന്ന് കൂടി മാധു കാണണ്ടേ? ആ നിലപാടിൽ നിങ്ങളെ വിമർശിച്ചത് ആരാണ്? അല്ല, കോൺഗ്രസിനുള്ളിൽ എന്ന് പറഞ്ഞത് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി മെമ്പർമാർ മാത്രമാണോ? ഇവിടെ സൈബർ സ്പേസിൽ അഭിപ്രായം പറയുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണോ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് സൈബർ സ്പേസിൽ പറയുന്ന ആളുകൾ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന്. എന്നിട്ട് തൊട്ടടുത്ത സെന്റൻസിൽ പറയാണ് സൈബർ എടുത്ത് ആ വിമർശനം ഉണ്ടാകുന്നുള്ളതോ? ആ സൈബർ എടുത്ത് കോൺഗ്രസിനകത്തു നിന്നാണോ ഞാൻ പറഞ്ഞത്? കോൺഗ്രസിനകത്ത് ഇപ്പോഴും അത്തരം അഭിപ്രായം ഉണ്ടെന്നാണ് അങ്ങ് ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ ആധികാരികമായി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR എടുത്തതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നടപടിയെടുത്ത് പുറത്തു നിർത്തിയത് നിങ്ങൾക്കെതിരെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നല്ലോ പറഞ്ഞത്. പൊതുമധ്യത്തിൽ അങ്ങനെ ചോദിക്കുന്ന ആളുകളില്ലേ? CPM അതിന്റെ ആളുകളെ ഞാൻ പറയാത്ത, വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് അങ്ങേക്ക് പരിശോധിക്കാൻ, ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ നാവിൽ അടിച്ചേൽപ്പിക്കരുത്. കോൺഗ്രസിനകത്ത് എന്ന വാക്ക് ഒരു ഘട്ടത്തിൽ അതിനകത്തില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ അത്തരം ഒരു നിലപാടെടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്.
CPM അത്തരം നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തിന് FIR ഇല്ലാത്തൊരു കാര്യത്തിൽ, പരാതിക്കാരി ഇല്ലാത്ത കാര്യത്തിൽ ഓടിച്ചാടി അങ്ങനെ നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ച ആളുകളില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയാണ്, നമ്മളെല്ലാവരും ഒരു ഉത്തരവാദിത്തമുള്ള ചർച്ചയിലിരിക്കുകയാണ്. അങ്ങനെ ഒരു വിമർശനം മറ്റാരെങ്കിലും ഇപ്പോ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരോ രാഹുൽ ഈശ്വറിനെ പിൻപറ്റുന്ന സൈബർ ഇടത്തെ അണികളോ അതിന് ഈ മെൻസ് കമ്മീഷനൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതിനപ്പുറത്തേക്കുള്ള ആരെങ്കിലും പറഞ്ഞതായി എനിക്കറിയില്ല. അപ്പൊ കോൺഗ്രസിന് ഇത്ര കൊള്ളാൻ മാത്രം ആ വിമർശനം ഉന്നയിച്ചത് ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. അല്ല, ആകാംക്ഷക്കല്ലേ പറഞ്ഞത്. അങ്ങനെ പല രാഹുൽ ഈശ്വറിന് ഉൾപ്പെടെ തന്നെയാണ് പറഞ്ഞതെന്നേ. അതിനകത്ത് ഞങ്ങൾ ഈ പറയുന്ന CPM അത് സ്വീകരിക്കുന്നില്ല, ഞങ്ങളത് സ്വീകരിക്കുന്നത് നിരന്തരമായ പ്രൊപ്പഗാൻഡകളുണ്ട്. CPM എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു, നിങ്ങൾ സംരക്ഷിക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായ ആ ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയാവുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസ് എടുത്ത നിലപാടാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് നിങ്ങളുടെ മുൻ KPCC അധ്യക്ഷൻ ചോദിച്ചത് ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. അതിനുശേഷം നിലമ്പൂരിൽ ഒരു പാദയാത്രയ്ക്ക് PV അൻവറിന്റെ അടുത്തേക്ക് രാഷ്ട്രീയ ചർച്ച നടക്കാൻ പോയി എന്നാണ് വെപ്പ്. അപ്പോ അന്ന് KPCC അധ്യക്ഷൻ ചോദിച്ചു ഇത്രയും ജൂനിയർ ആയ ഒരു MLA ആണോ, അല്ല ക്ഷമിക്കണം, പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഇത്രയും ജൂനിയർ ആയ ഒരു MLA ആണോ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ മുൻ KPCC അധ്യക്ഷൻ ആ ഘട്ടത്തിൽ ആരാണെന്ന് പോലും അറിയാത്ത, നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും ജൂനിയർ ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് സംബോധന ചെയ്ത ഒരാളാണ് നിങ്ങൾ ഇത്രയും വലിയ പൊളിറ്റിക്കൽ റിസ്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി രാഹുൽ ഈശ്വറിന്റെ നിയമോപദേശം കേട്ടിട്ടാണ് എങ്കിൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഓഫൻസും അദ്ദേഹത്തിനെതിരെ ഇല്ല. പക്ഷേ ഇതാ തുടർച്ചയായി സ്വന്തം ബാധിച്ച് ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. ആ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടയാൾ പുറത്തും അതിനുവേണ്ടി പോസ്റ്റ് ഇട്ട് സ്വന്തം അഴിക്കുള്ളിൽ പോയി കിടക്കുകയും ചെയ്യുന്ന ഉപദേശങ്ങളാണ് ഇനിയും കോൺഗ്രസ് ഈ ഘട്ടത്തിലും മുഖവിലേക്ക് എടുക്കുന്നതെങ്കിൽ നമോവാകം. ഞങ്ങൾ മുഖവിലക്ക് എടുക്കില്ല എന്നല്ലേ പറഞ്ഞു മാധു? അല്ല, മുഖവിലക്ക് എടുക്കില്ല എന്നാണ് പറഞ്ഞത്, മുഖവിലക്ക് എടുക്കുന്നു എന്നല്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങൾ അതിനെ മുഖവിലക്ക് എടുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. രാഹുൽ ഈശ്വറിന്റെ അടക്കം മുഖവിലക്ക് എടുക്കുന്നില്ലെങ്കിൽ ഈ വിഷമത്തിന്റെയും ഈ ദുഃഖഭാരത്തിന്റെയും പറഞ്ഞത്. ശരി.